ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ വീട്ടിലേ ബോറടിച്ചിരിക്കുകയാണ് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. വണ്ടി എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഒരു മിനിറ്റ്, ഇതാരെ വിളിക്കണേ? ഇത് നമ്മുടെ ഷിൻചാനല്ലേ? എടാ ഷിൻചാനെ, എന്താ വിളിച്ചേ? ഹലോ ജാക്കണ്ണ, അത് പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ആണേ. ഇപ്പൊ ലോസ് ആൻഡോസിലില്ലേ, ഏതൊരു ട്രിപ്പിന് പോയേക്കാ. ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ മിഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ജാക്കണ്ണന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആടാ ഷിൻചാനെ, അതിനിപ്പോൾ എന്താ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അല്ല, എന്തൊട്ട് മിഷൻ? റോബറി ആണോ? ആ ജാക്കണ്ണ, അതൊരു റോബറിയാ. നമ്മളത് ചെയ്യുകയാണെങ്കിലേ കുറെ ക്യാഷ് കിട്ടും. അതാവുമ്പോ അണ്ണന് പകുതി ക്യാഷ് തരാം. അണ്ണനിപ്പോ ചെയ്യാൻ പറ്റില്ലേ? ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? ലോസ് ആൻഡോസ് വരെ വരേണ്ടി വരും. ആടാ ഷിൻചാനെ, അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ ലോസ് ആൻഡോസിലേക്ക് വരാം. നീ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യ്, ഞാൻ ദേ വരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഷിൻചാൻ നമ്മളെ വിളിച്ചേക്കാണ് കേട്ടാ. എന്തോ മിഷനൊക്കെ ചെയ്യാണ്ടെന്ന് നമ്മളോട് ലോസ് ആൻഡോസിലേക്ക് വരാൻ പറഞ്ഞേക്കാ. ശരിക്കും ഷിൻചാൻ്റെ കൂടെ മറ്റേ ഫ്രാങ്ക്ലിൻ ഉണ്ട്. അവർ 2 പേരും കൂടിയിട്ടാ മിഷൻസ് ചെയ്യാറ്. ഇപ്രാവശ്യം എന്താണാവോ, ഫ്രാങ്ക്ലിൻ എങ്ങോട്ടോ ട്രിപ്പിന് പോയേക്കാ. അതുകൊണ്ട് ഷിൻചാൻ ഇപ്പോൾ എന്നെ വിളിച്ചേക്കാ. അതിപ്പോൾ സീനില്ല, നമുക്ക് ലോസ് ആൻഡോസിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ പിന്നെ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ വരെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ ലോസ് ആൻഡോസിലേക്ക് പോവാം. ഇവിടുന്ന് പിന്നെ ലോസ് ആൻഡോസിലേക്ക് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. നമുക്കപ്പോൾ ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. 2 hours later. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ലോസ് ആൻഡോസിലേക്ക് വന്നേക്കാണ് കേട്ടാ. അപ്പോൾ ഇതാണ് ലോസ് ആൻഡോസ് സിറ്റി. ഇത് പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. ലോസ് ആൻഡോസ് സിറ്റി ഭയങ്കര വലുതാ. ഈ അടിയിൽ കാണുന്നത് ലോസ് ആൻഡോസ് എയർപോർട്ടാന്ന് തോന്നുന്നുണ്ട്. ബീച്ചിൻ്റെ അടുത്ത എയർപോർട്ട് വരണേ. അതിപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട്. ആ ഷിൻചാനിപ്പോൾ എന്നോടേ ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. ഷിൻചാൻ എവിടെയാ? അടിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരു റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതായിരിക്കും ഷിൻചാൻ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഹെലികോപ്റ്ററില്ലേ അത് ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്തേക്കാണ്. ഷിൻചാൻ പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. എടാ ഷിൻചാന്, എന്തൊക്കെയുണ്ട്? എന്നോട് എന്തിനാ വരാൻ പറഞ്ഞേ? എന്ത് കാര്യം? ജാക്കണ്ണ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മിഷൻ ചെയ്യാണ്ടെന്ന്. അത് പക്ഷേ ഒരു റോബറിയാ. നമുക്ക് ഒരു വണ്ടി അടിച്ചു മാറ്റണം, അതും ഒരു സൂപ്പർ കാറ്. ഞാൻ സാധാരണ ഫ്രാങ്ക്ലിൻ്റെ കൂടെയാ ഇങ്ങനെ മിഷൻസ് ഒക്കെ ചെയ്യാറ്. ഇപ്രാവശ്യം എൻ്റെ കൂടെ ഫ്രാങ്ക്ലിൻ ഇല്ല. ഫ്രാങ്ക്ലിൻ വേറെ എങ്ങോട്ടോ ട്രിപ്പിന് പോയേക്കാ. അതുകൊണ്ടാണ് എന്നെ വിളിച്ചേ. ആണോ? അതിപ്പോൾ സീനില്ല. എനിക്കും വണ്ടികളൊക്കെ അടിച്ചു മാറ്റാൻ അറിയാം. ഞാനും അതിൽ എക്സ്പെർട്ട് തന്നെയാ. നീ പിന്നെ പുതിയ വണ്ടിയൊക്കെ മേടിച്ചില്ലേ? ഇതാ ഓടിയല്ലേ? നീയപ്പോൾ റിച്ച് ആണല്ലേ? തേങ്ങയാണ്, ഞാൻ റിച്ചൊന്നുമല്ലേ. ഈ കാണുന്ന വണ്ടിയില്ലേ അത് ഫ്രാങ്ക്ലിനാണ് വേറെ എവിടെ നിന്നും അടിച്ചു മാറ്റി കൊണ്ടുവന്നതാ. ഇത് നമ്മുടെ സ്വന്തം വണ്ടി ഒന്നല്ല. അതിപ്പോ സീനില്ലേ, നമുക്കിന്ന് ഒരു വണ്ടി അടിച്ചു മാറ്റണം. അത് പക്ഷേ ഒരു സൂപ്പർ കാറാ. അത് ഏതാ കാറെന്ന് എനിക്കറിയില്ല കേട്ടാ. എന്തൊട്ടായാലും നോക്കി നോക്കാം. എടാ ഷിൻചാനെ, എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലാട്ടാ. ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചാൽ കുഴപ്പമാവോ? ഇവിടുത്തെ പോലീസുകാർ പിടിക്കുമോ? ഞാൻ ഈ സിറ്റിയിൽ ആദ്യമായിട്ട് വരണേ. ഏയ്, അതൊന്നും കുഴപ്പമില്ല, ലൈസൻസ് ഒന്നും വേണ്ട. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, ഈ ലോസ് ആൻഡോസിലേക്ക് വന്നിട്ട് 10 കൊല്ലായി. ഇതുവരെയ്ക്കും ലൈസൻസ് ഇല്ല. ബെസ്റ്റ്. എന്നാ പിന്നെ കുഴപ്പമില്ല, നമുക്കിവിടെ വണ്ടി ഓടിക്കാം. ഈ വണ്ടി പിന്നെ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. എൻ്റെ സിറ്റിയിൽ പിന്നെ അധികം ലക്ഷറി കാറൊന്നുമില്ല. ഒക്കെ താറ്, സ്കോർപ്പിയോ, വാഗണർ അങ്ങനത്തെ കാറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാ ഒരു ലക്ഷറി കാർ ഓടിക്കണേ. ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ജാക്കണ്ണ, ഇത് കണ്ടില്ലേ, ഈ കാണുന്ന വീട്ടില് ആ സൂപ്പർ കാറുള്ളേ. നമുക്ക് അതാണ് അടിച്ചു മാറ്റണ്ടേ. എടാ ഷിൻചാനെ, ഇത് കൊള്ളാലോ. ഈ വീട് കാണാനായിട്ട് നൈസായിട്ട് കേട്ടാ. ഈ കാർ നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ആ കാർ എവിടെ ഉള്ളേ? ആ സൂപ്പർ കാർ എവിടെയാ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. നമുക്ക് അകത്ത് കയറി നോക്കി നോക്കാം. ഒരു മിനിറ്റ്, അവിടെ ഒരു കാറുണ്ട്. എടാ ഷിൻചാനെ, ഇത് ലംബോർഗിനി അല്ലേ? ലംബോർഗിനി തോന്നുന്നുണ്ട് കേട്ടാ. ഞാൻ ആദ്യമായിട്ടാ ഒരു ലംബോർഗിനി കാറ് കാണണേ. നമ്മുടെ സിറ്റിയിൽ പിന്നെ സൂപ്പർ കാറായിട്ട് പോർഷെ മാത്രമേ ഉള്ളൂ.
ലോസ് ആൻഡോസ് സിറ്റിയിൽ പിന്നെ ഇഷ്ടം പോലെ കാറുണ്ട്. നമുക്കപ്പോൾ തൽക്കാലം ഈ കാറും കടിച്ചു മാറ്റാം. നൈസ് ഉണ്ട് കേട്ടാ, ഒരു രക്ഷയില്ല. ജാക്കണ്ണാ, അതെ നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ നീ അധികം നേരം നിൽക്കണ്ട. ഇവിടെ ഇപ്പോൾ ഏത് സമയത്തും പോലീസ് വരും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ആക്ച്വലി ഫ്രാങ്ക്ലിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അയാളുടെ പേര് മൈക്കിൾ എന്നാ. നമ്മളിപ്പോൾ അയാളുടെ കാറാ അടിച്ചു മാറ്റിയേ. എടാ ഷിൻചാനെ, ഇതെന്താടാ സ്വന്തം കൂട്ടുകാരൻ്റെ വണ്ടി അടിച്ചു മാറ്റ്? ഇത് ശരിയായില്ല ഏട്ടാ. ജാക്കണ്ണാ, അത് കുഴപ്പമില്ല. അത് ഫ്രാങ്ക്ലിൻ്റെ കൂട്ടുകാരനാ, എൻ്റെത് ആരില്ല. അതുകൊണ്ട് ഇപ്പോൾ സീനൊന്നുമില്ല. അതെ, നമുക്ക് ഈ കാറ് വിൽക്കണം. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിലെ ഒരു ഷോറൂം ഉണ്ട്. നമുക്കപ്പോൾ ആ ഷോറൂമിലേക്ക് പോവാം. ആണോ? എന്നാൽ ശരി, നമുക്ക് ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് വേണം ഈ കാർ വിൽക്കാനായിട്ട്. അതിനു മുൻപേ ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. എടാ ഷിൻചാനെ, ആ ഷോറൂം എവിടെയാ? ദാ എത്തി. അവിടെ ദേ കണ്ടില്ലേ, പ്രീമിയം ഡീലക്സ് മോട്ടോർ സ്പോർട്ട്. ആ, ഇതാണ് ആ ഷോറൂം. ഈ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തേക്ക്. എടാ ഷിൻചാനെ, ഇതെന്തത്? ഈ ഷോറൂം കാലിയാണല്ലോ. നമ്മുടെ ഈ ഒരു വണ്ടി മാത്രമുള്ളൂ. സിമ്യോണണ്ണാ, അണ്ണൻ പറഞ്ഞ പോലെ നമ്മളിതേ വണ്ടി കൊണ്ടുവന്നു. ഇനി ആ പൈസ ഇങ്ങ് തന്നേക്ക്. ആടാ ഷിൻചാനെ, പൈസ തരാം. അല്ല, ഇതാരാ? ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലേ? അതിപ്പോ ആരാന്ന് അണ്ണൻ അറിയേണ്ട ആവശ്യമില്ല. തൽക്കാലം ആ പൈസ ഇങ്ങ് തന്നേക്ക്. ആ 4 കോടി തന്നേക്ക്. ഓക്കെ, നമുക്കങ്ങനെ പൈസ കിട്ടേക്കാണ് കേട്ടാ. ഈ സ്യൂട്ട് കേസിൽ $4 കോടി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ സിറ്റിയിലേക്ക് പോവാം. ഇവിടെ പിന്നെ ഒരു കാറുണ്ട്. ഇറങ്ങണ വണ്ടിന്ന്. ഇനി മുതൽ ഈ കാറേ എൻ്റെ സ്വന്തം. എടാ ഷിൻചാനെ, ഇതാ മറ്റേ MG കോമറ്റല്ലേ? ഇത് നൈസ് കാറുണ്ട് കേട്ടാ, ഭയങ്കര ക്യൂട്ടാ. ആ, നമുക്ക് പിന്നെ 4 കോടി കിട്ടിയില്ലേ? അതിൽ 2 കോടി എനിക്ക്, 2 കോടി ഷിൻചാന്. എടാ ഷിൻചാന്, നിനക്ക് 2 കോടി വേണോ? ഏ ജാക്കണ്ണ, ഇതെന്തിട്ട് വർത്താന? എനിക്ക് പൈസ വേണം. എടാ ഷിൻചാനെ, ഞാൻ വെറുതെ പറഞ്ഞതാ. 2 കോടി എനിക്ക്, 2 കോടി നിനക്ക്. ഇനിയിപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. നമുക്കിനി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ ഇനി അധികം നേരം നിൽക്കാൻ പറ്റില്ല. നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം.